വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കങ്കണ റണാവത്തിന്റെ പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് സെൻസർ ക്ലിയറൻസ് ലഭിച്ചു. ചിത്രം 2025 ജനുവരി 17 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 1970കളുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ചിത്രം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നതുമായ അധ്യായങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് പറയുന്നത്. കങ്കണ റണാവത്ത് രചനയും സംവിധാനവും അഭിനയിക്കുകയും ചെയ്യുന്ന എമർജൻസി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെയും സമയത്തെയും ചിത്രീകരിക്കുന്നു. 17 ജനുവരി 2025 രാജ്യത്തെ ഏറ്റവും ശക്തയായ സ്ത്രീയുടെ ഇതിഹാസ കഥയും ഇന്ത്യയുടെ വിധിയെ മാറ്റിമറിച്ച നിമിഷവുമാണ് അടിയന്തരാവസ്ഥ. സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി അപ്ഡേറ്റ് പങ്കിട്ടുകൊണ്ട് കങ്കണ പറഞ്ഞു. ഈ വർഷം സെപ്റ്റംബർ 6 ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ സിനിമ സിഖ് സമുദായത്തെ മോശമായി കാണിച്ചുവെന്ന് ആരോപിച്ച് നിരവധി സിഖ് ഗ്രൂപ്പുകൾ ഒന്നിലധികം പരാതികൾ നൽകിയതിനെ തുടർന്ന് ഇത് വിവാദമായി. സെൻസർ ബോർഡ് ചിത്രം വീണ്ടും അവലോകനം ചെയ്യുകയും ചിത്രത്തിന് ഏകദേശം 13 കട്ടുകളും മാറ്റങ്ങളും നൽകുകയും ഉള്ളടക്കത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. മാറ്റങ്ങൾ അനുസരിക്കണമെന്നും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നും റിവൈസിംഗ് കമ്മിറ്റി നിർമ്മാതാക്കളോട് പറഞ്ഞു. കുറച്ച് അക്രമാസക്തമായ രംഗങ്ങൾ നീക്കം ചെയ്തതും പട്ടികയിൽ ഉൾപ്പെടുന്നു. അനുപം ഖേർ, മഹിമ ചൗധരി, മിലിന്ദ് സോമൻ, ശ്രേയസ് തൽപാടെ, മലയാളി നടൻ വിശാഖ് നായർ, അന്തരിച്ച സതീഷ് കൗശിക് എന്നിവരുൾപ്പെടെ ശക്തമായ ഒരു കൂട്ടം അഭിനേതാക്കളെ ഇതിൽ അവതരിപ്പിക്കുന്നു.